ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ സാധാരണ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഫോട്ടോസ് എടുക്കും. നമ്മൾ ഫോട്ടോ വീഡിയോ, നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കും. അത് നമ്മുടെ വീഡിയോ ആയിരിക്കാം, നമ്മുടെ ഫോട്ടോ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവിൻ്റെ ആയിരിക്കാം, വൈഫിൻ്റെ ആയിരിക്കാം, സിസ്സിൻ്റെ ആയിരിക്കാം. അങ്ങനെ പല ഫോട്ടോകളും നമുക്ക് വേണ്ടി എടുത്തു വെക്കും നമ്മുടെ ഗാലറി, നമ്മളെ ഫോണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് മിസ്സാവുന്നുണ്ട്, അത് ആരെങ്കിലും എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി തോന്നുന്നില്ലെങ്കിലും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇനി നമ്മൾ ആദ്യം വേണ്ടത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സ് അതിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം. പെർമിഷൻ മാനേജർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വരും. അലോ ഓൺലി യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നമ്മൾ പെർമിഷൻ മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർമിഷൻ മാനേജർ, ഇതിൽ നമ്മുടെ ഫോണിലുള്ള ഐറ്റംസുകൾ, അത് ബോഡി സെൻസർ, അത് നോ ആപ്പ് അലൗഡ്. ഒരു ആപ്പും നമ്മുടെ ബോഡി സെൻസർ, അതായത് നമ്മുടെ ഫോൺ അനങ്ങുന്നതിനോട് ഒരു ആക്സസ് അവരെടുത്തിട്ടില്ല. കലണ്ടർ ഇതാ ഇവരൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ കലണ്ടർ, ജിമെയിൽ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ലോഞ്ചർ, ഇവരൊക്കെ കലണ്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ക്യാമറ ഇവരൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവർക്ക് നോട്ട് അലൗഡാണ്. ഈ താഴെ കാണുന്ന ബി ലവ്, അതിൻ്റെ അടിയിലുള്ളവർക്കൊക്കെ നോട്ട് അലൗഡാണ്. ബാക്കിയുള്ളവർക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഐറ്റംസുകളും, നമ്മൾ ലൊക്കേഷൻ, മൈക്രോ ഫോണ്, മ്യൂസിക് ആൻഡ് ഓഡിയോ, അങ്ങനെ എല്ലാതും പലരും എടുത്തിട്ടുണ്ട്. പലർക്കും അലൗഡാണ്. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, പലർക്കും ഇത് അലൗവാണ്, പലർക്കും ഇത് ചോദിക്കണം. അപ്പോൾ ഇത് എങ്ങനെ നമുക്കിത് ഡിസേബിൾ ആക്കി വെക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഡിസേബിൾ ആക്കാമെന്ന് ചോദിച്ചാൽ, ഫോട്ടോസ് ആൻഡ് വീഡിയോ, അതാണല്ലോ മെയിൻ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അലൗഡ് ആയിട്ടുള്ളവരാണ് ഈ മുകളിൽ കാണുന്ന ആപ്പുകളൊക്കെ. ക്യാമറ, ഫേസ്ബുക്ക്, ഫെഡ് മൊബൈൽ, ഫയൽ മാനേജർ, ഗൂഗിൾ, അതൊക്കെ പിന്നെ നമ്മളെ ഗൂഗിളിൻ്റെ ആപ്പുകളാണെന്ന് വിചാരിക്കാം. ഇതിലേതെങ്കിലും തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്പ് ഉണ്ടെങ്കിൽ, ഇതിൽ തേർഡ് പാർട്ടി ആയിട്ട് ആപ്പുകളുണ്ടോ എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം, ഡിസേബിൾ ആക്കി. അവർക്ക് അലോ കൊടുക്കണ്ട. അവർ ചോദിക്കണം, നമ്മളോട് ചോദിക്കാതെ കൊടുക്കണ്ട, ഗാലറി ആക്സസ് കൊടുക്കണ്ട. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ഷെയർ മാർക്കറ്റ് ഇതിൻ്റെ നമുക്ക് ഇല്ലാതാക്കാം, ആക്സസ് ഒഴിവാക്കാം. അതിനെന്താ ചെയ്യേണ്ടത്, ഫോട്ടോ ആൻഡ് വീഡിയോ പെർമിഷൻ, ഇത് കണ്ടോ, അലോ, ആൾവേസ് അലോ ആളാണ്. ഇവർക്കിതിൻ്റെ ആവശ്യമില്ല. ഷെയർ മാർക്കറ്റ് ഇവർ വെറുതെ ആൾവേസ് അലോ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡോൺ അലോ കൊടുക്കുക. അലോ വേണ്ട. ഇനിയിപ്പോൾ ലിമിറ്റാണെങ്കിൽ നമ്മളോട് ചോദിക്കും. ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ മാത്രം അലോ ആവും, അല്ലാത്തുമ്പോൾ അവർക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് ഡോൺ അലോ കൊടുത്താൽ മതി. ഡോൺ അലോ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ ലിസ്റ്റിൽ നിന്ന് പോയി. മനസ്സിലായോ? അവർ നമ്മൾ ലിസ്റ്റിൽ നിന്ന് പോയി. ഇപ്പോൾ ഈ നോട്ട് അലൗഡ് ആയിട്ടുള്ള കിടക്കുന്നുണ്ട് കണ്ടമാന ആപ്പുകൾ, ഇവർക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളെ ഫോട്ടോസ്, വീഡിയോസൊന്നും കാണാനോ എടുക്കാനോ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഒഴിവാക്കുക.
ഓക്കെ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയും വീഡിയോസും സേഫാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല അറിവുകൾ വീണ്ടും വീണ്ടും ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.